സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ വസുന്ധര മെഡിക്കൽസ് തുടരുന്നു. ഓർക്കുമ്പോൾ കരഞ്ഞു പോകാറുണ്ട്. എന്നാൽ അന്നും പിറ്റേന്നും വരാതിരുന്നതിൽ ഞാൻ ആശ്വസിച്ചു. ആ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. ഭയം എന്നെ വല്ലാതെ പിടികൂടുന്നു. നടന്നതെങ്ങാൻ അയാൾ അറിഞ്ഞാൽ? 6-ാം ദിവസം രാത്രി 10 മണിയായിട്ടുണ്ടാകും. കോളിംഗ് ബെൽ. അയാളായിരിക്കും. വിറയലോടെ ഞാൻ വാതിൽ തുറന്നു. അയാളല്ല, 2 ചെറുപ്പക്കാർ. നമ്പ്യാർ സാർ പറഞ്ഞു വിട്ടതാണ്. അവർ പറഞ്ഞു. എന്താ കാര്യം? അകത്ത് സേഫിനുള്ളിൽ 2000 രൂപയുണ്ട്, എടുത്തു തരാൻ പറഞ്ഞു. സാറെവിടെ? കടയിലുണ്ട്. എന്തേ വരാത്തത്? ഇന്ന് വരില്ല. മരുന്ന് കമ്പനിയുടെ ഉടമ വന്നിട്ടുണ്ട്. ഇത്തിരി പണയിടപാടുണ്ട്. നാളെ രാവിലെ വരും. ഞാൻ സംശയിച്ചില്ല. കാരണം ഇരുവരെയും എനിക്കറിയാം. ഒരാൾ തോമസ്, മിസ്റ്റർ നമ്പ്യാരുടെ മെഡിക്കൽ ഷോപ്പിൽ സെയിൽസ്മാനാണ്. അടുത്തയാൾ ജയദേവൻ മാഷ്, അടുത്തൊരു സ്കൂളിലെ അധ്യാപകനാണ്. ദൂരെ എവിടെയോ ആണ് വീട്. ഇവിടെ തോമസിനോടൊപ്പം ലോഡ്ജിൽ താമസിക്കുന്നു. ഇരുവരും കൂട്ടുകാരാണ്. ഇരുവരും നമ്പ്യാരുടെ സുഹൃത്തുക്കൾ. നമ്പ്യാർക്ക് വേണ്ടി മരിക്കാനും തയ്യാറുള്ളവർ. ഞാൻ നമ്പ്യാരുടെ മുറിയിലേക്ക് കടന്നു. 2000 രൂപ സേഫിലുള്ള വിവരം എനിക്കറിയാം. അയാൾ സേഫിൽ വെക്കുന്നത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊട്ടും സംശയമില്ലായിരുന്നു. താക്കോൽ കൂട്ടം എടുത്ത് സേഫ് തുറക്കാൻ ശ്രമിക്കവേ എൻ്റെ തൊട്ടു പിന്നിൽ ആരോ എത്തിയെന്ന് തോന്നി. ഞാൻ ഞെട്ടിത്തിരിച്ചു. ഇരുതലയും മൂർച്ചയുള്ള തിളക്കമുള്ള ഒരു കത്തി. അത് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. വന്നവരിൽ ഒരാൾ, തോമസ്. അവരാ പണത്തിനല്ല വന്നതെന്ന് തൊട്ട നിമിഷത്തിൽ ഞാൻ അറിഞ്ഞു. അവർക്ക് വേണ്ടത് എൻ്റെ ശരീരമായിരുന്നു. മിണ്ടിപ്പോയാൽ കൊന്നുകളയും. തോമസിൻ്റെ അമർന്ന സ്വരം. കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുക. അതിനിരയായവൾ ഞാനാണ്. എനിക്ക് പ്രതികാരം തോന്നിയതിൽ എന്താണ് തെറ്റ്? അതിനാണ് ഞാൻ അയാളുടെ മകളെ കൊലപ്പെടുത്തിയത്, സൂസൻ തോമസിനെ. ഒരു കടുവായുടെ ആക്രമണം തന്നെ. അയാളുടെ പല്ലുകളും നഖങ്ങളും എൻ്റെ ശരീരത്തെ കുത്തിക്കീറി മാംസം പറിച്ചെടുക്കാൻ കടുവ കാട്ടുന്ന പരാക്രമം. ഞാൻ നിലവിളിച്ച് കരഞ്ഞു, ഞരങ്ങി. അയാളുടെ താണ്ഡവം കഴിഞ്ഞപ്പോൾ ഞാൻ പിടഞ്ഞെണീറ്റു. അടുത്തയാളെ മുറിക്കുള്ളിൽ കടത്താതെ വാതിൽ ബന്ധിക്കാനായിരുന്നു എൻ്റെ ആവേശം. പക്ഷേ അയാൾ എന്നേക്കാൾ ബുദ്ധിയുള്ളവൻ തന്നെ. ഞാൻ എണീക്കും മുൻപ് തന്നെ അവൻ മുറിക്കുള്ളിൽ കടന്നു കഴിഞ്ഞിരുന്നു. ഞാൻ തളർന്നുപോയി. വസുന്ധര ശങ്കർ തുടർന്നു. അവനാണ് ജയദേവൻ മാഷ്. സ്കൂളിൽ കൊച്ചു കുട്ടികൾക്ക് മുമ്പിൽ വിജ്ഞാന ഭണ്ഡാരം തുറന്നു കൊടുക്കുന്ന മാഷ്. അരുത്, ദൈവത്തെ ഓർത്ത്, നിങ്ങളുടെ അമ്മയെ ഓർത്ത് ഞാൻ കേണു. കാല് പിടിച്ചു. പക്ഷേ പല്ലു കടിച്ചു പിടിച്ചവർ തുടർന്നു. കാമം മുറ്റിയ സർപ്പങ്ങൾ ചീറ്റുമ്പോൾ ആർക്കാണ് ദൈവത്തെ ഓർക്കാൻ നേരം? ആരാണ് സ്വന്തം അമ്മയെ ആ നിമിഷത്തിൽ ഓർക്കുക? ശവം പോലെ കിടന്ന എൻ്റെ മേൽ ആ കരാള സർപ്പം പത്തി വിരിച്ചാടി. ചുറ്റി വരിഞ്ഞു, ആഞ്ഞു കൊത്തി. പവിശങ്കർ കണ്ണുകൾ ഇറുകെ പൂട്ടി. അവിടം കൊണ്ട് തീർന്നില്ല. വസുന്ധര ശങ്കർ തുടർന്നു. പിന്നീട് പലപ്പോഴും അവർ എത്തി. പക്ഷേ പിന്നീട് ഒരിക്കലും എനിക്ക് തെറ്റുപറ്റിയില്ല. 2 തവണ പറ്റിയ അബദ്ധം എന്നെ ധൈര്യവതിയാക്കി. പിന്നീട് ഒരിക്കലും രാത്രിയിൽ മിസ്റ്റർ നമ്പ്യാർക്ക് വേണ്ടിയല്ലാതെ ഞാൻ വാതിൽ തുറന്നിട്ടില്ല. മാത്രമല്ല, അടുക്കളയിലിരുന്ന വെട്ടുകത്തി മൂർച്ച കൂട്ടി ഞാൻ എൻ്റെ ബെഡിനടിയിൽ വെച്ചു. സാമാന്യം ഭാരമുള്ള ഒരു പാരയെടുത്ത് കട്ടിലിനടിയിലിട്ടു. ആ 2 ആയുധങ്ങളുടെയും ബലത്തിൽ ഞാൻ ഉറങ്ങാതെ കിടന്ന് നേരം വെളുപ്പിക്കുമായിരുന്നു അന്നൊക്കെ. അവർ തുടർന്നു. കുറച്ച് ദിവസങ്ങൾ പോകവേ എൻ്റെ ഉള്ളിൽ ബലമായി ഒരു സംശയം പൊട്ടിമുളച്ചു. പിന്നീടത് വേരൂന്നി നിന്നു. 4 പേരാണ് എന്നെ ബലമായി പ്രാപിച്ചത്. 2 തവണയായി. ആദ്യത്തെ 2 പേർ നമ്പ്യാരോടൊപ്പമാണ് വന്നത്. പിന്നെയുള്ള 2 പേർ നമ്പ്യാർ പറഞ്ഞു എന്ന് പറഞ്ഞ്. 4 പേരും നമ്പ്യാരുടെ സുഹൃത്തുക്കൾ. എൻ്റെ നേരെയുണ്ടായ ഈ പരാക്രമത്തിന് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവന് പങ്കുണ്ടോ? ഉണ്ടെന്നെൻ്റെ മനസ്സ് ശക്തിയായി വാദിച്ചു. എൻ്റെ സംശയത്തെ ബലപ്പെടുത്തുന്നതിനുള്ള എല്ലാ തെളിവുകളും ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അന്നേ വരെ വാതിൽ തുറന്നു കിടന്നുറങ്ങിയാലും ആരും എത്തി നോക്കിയിട്ട് പോലുമില്ല. പക്ഷേ തുടർച്ചയായി 2 തവണ വളരെ വിദഗ്ധമായി അവർ കടന്നു വന്നു. 4 പേർ. 4 പേരും ഭർത്താവിൻ്റെ പരിചയക്കാർ. അതെ, ഞാൻ പറഞ്ഞിട്ട് വന്നതാണവർ. നീ എന്നെ വെല്ലുവിളിച്ചില്ലേ കഴിവുള്ളവനെ പറഞ്ഞു വിടാൻ, കാട്ടിത്തരാമെന്ന്. കഴിവുള്ളവർ 2 പേർ വീതം. നിന്റെ ഭ്രാന്ത് തീരട്ടെ. വേണോ? ഇനിയും വിടാം. ഇനിയും സംശയിച്ചു. എങ്കിലും അയാളുടെ വായിൽ നിന്ന് തന്നെ അത് കേട്ടപ്പോൾ ഞാൻ തറഞ്ഞു നിന്നുപോയി. ഒരക്ഷരം പോലും ശബ്ദിക്കാനാകാതെ. ഇയാൾ മനുഷ്യനാണോ? മനുഷ്യവംശത്തിൽ പിറന്ന വെറും മൃഗമെന്ന് പറയാനാവില്ല. കാരണം തൻ്റെ ഇണയെ മറ്റൊരാൾ ആക്രമിക്കുന്നത് മൃഗം പോലും തടയും. ഇവിടെ ഇതാ ഒരാൾ. വെടിവെച്ച് കൊല്ലാൻ തോന്നിയ നിമിഷം. പക്ഷെ തോക്ക് കൈവശമില്ലല്ലോ. ഞാനൊരു പട്ടിയെ പോലെ കിതച്ചു. പിന്നെ അലറിക്കരഞ്ഞു. എൻ്റെ സഹന ശക്തി സർവവും നശിച്ച ആ നിമിഷത്തിൽ ഞാൻ പ്രതികാരദുർഗിയായി ഇയാളെ കടന്നു പിടിച്ചു. കടിച്ചു കീറാൻ, കടിച്ചു കൊല്ലാൻ. അയാൾ എൻ്റെ പിടി വിടുവിച്ചു. ക്രൂരമായി മർദ്ദിച്ചു. ഞാൻ അവശയായി വീണു.
അയാളുടെ കാൽ കീഴിൽ തട്ടിയിരിക്കുകയാണുള്ള വെറും പന്ത് പോലെ ചുരുണ്ട് കിടന്നു. എൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോരയൊഴുകി. ഞാൻ ബോധമറ്റു. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഏതാനും നിമിഷങ്ങൾ. മുൻപിൽ സർവത്ര അന്ധകാരം. അന്ധകാരം മൂടൽമഞ്ഞിന് വഴിമാറി. മൂടൽമഞ്ഞിൽ ഒരു മുഖം തെളിഞ്ഞു വന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കി. ആര്? എൻ്റെ അച്ഛൻ, 9 മക്കളുടെ സൃഷ്ടികർത്താവ്. അച്ഛൻ എങ്ങനെ ഇവിടെ വന്നു? ഓ, പണക്കാരനായ മരുമകനെ കാണാൻ എഴുന്നള്ളിയതായിരിക്കും. അങ്ങനെയല്ല എന്ന് പിന്നീട് മനസ്സിലായി. അയാൾ അച്ഛനെ വരുത്തിയതാണ്. അച്ഛൻ്റെ 3ാമത്തെ മകൾ വേശിയാണെന്ന് കാട്ടിക്കൊടുക്കാൻ, അവളുടെ പതനം നേരിട്ട് അറിയിക്കാൻ. അയാളില്ലാത്തപ്പോൾ അന്യപുരുഷന്മാരെ ഞാൻ കിടക്കറയിൽ വരുത്തുകയാണെന്ന്. എൻ്റെ വാക്കുകൾക്ക് വിലയില്ലായിരുന്നു. അയാളുടെ മുൻപിൽ വെച്ച് തന്നെ എൻ്റെ ചെകിട്ടത്തടിക്കാനേ അച്ഛന് കഴിഞ്ഞുള്ളൂ. ബാക്കി വീട്ടിലെത്തിയിട്ടായിരുന്നു. എൻ്റെ വഴിപിഴിച്ച ജീവിതം കണ്ടു മടുത്തിട്ടാണ് മിസ്റ്റർ നമ്പ്യാർ എന്നെ അടിച്ച് ബോധം കെടുത്തിയതെന്ന്. ഇവളെ കൊല്ലാൻ മേലായിരുന്നു. എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇളയത്തുങ്ങളും പിഴപ്പിക്കാനോ? എൻ്റെ അമ്മ ചോദിച്ചു. മിസ്റ്റർ മാധവൻ നമ്പ്യാരെക്കുറിച്ച്, അയാളുടെ കഴിവുകേടുകളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച്, അയാളുടെ ദുർനടത്തത്തെക്കുറിച്ച് ഒക്കെ ഇത്രയും കാലം മൂടിവെച്ചതിൽ അന്ന് ആദ്യമായി ഞാൻ എന്നെ തന്നെ പഠിച്ചു. ഇനി ഞാൻ എത്ര പറഞ്ഞാലും അത് കെട്ടുകഥയായേ പരിണമിക്കൂ. എൻ്റെ വീടിനേക്കാൾ എത്രയോ ഭേദം എൻ്റെ ഭർതൃഗൃഹം എന്നെനിക്ക് തോന്നിയ നാളുകൾ. ഒരു ദിവസം അയാൾ വീണ്ടും വന്നു, ഒരു ടാക്സിയുമായി എന്നെ കൊണ്ടുപോകാൻ. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ലായിരുന്നു. ഞാൻ ആ കാറിൽ കയറി. മരിക്കാനും ഞാൻ തയ്യാർ. ഈ ജീവിതത്തേക്കാൾ എത്രയോ ഭേദം ദുർവൃത്തനായ എൻ്റെ ഭർത്താവ്. പക്ഷേ വീണ്ടും തോമസിൻ്റെയോ ജയദേവൻ മാഷുടെയോ തലകൾ രാത്രിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പക്ഷേ സുധ വേണ്ടത്ര കരളുറപ്പ് നേടിയിരുന്നു അതിനകം. അതുകൊണ്ട് തന്നെ അവർക്ക് നിരാശപ്പെടേണ്ടി വന്നു. ആ ഇടയ്ക്കൊരു വിവാഹ പാർട്ടിയിൽ വീണ്ടും പങ്കെടുക്കേണ്ടതായി വന്നു. ഒരു ഭാര്യയുടെ കടമയായി ഇയാൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പാർട്ടിയിൽ പങ്കെടുക്കുക എന്നതാണ്. അത് മുടങ്ങിയാലോ? ഞാൻ ഒരുങ്ങി ഇറങ്ങി. എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് അവിടെ ആരംഭിക്കുന്നു. വിവാഹ പാർട്ടിയിൽ ഞാൻ പങ്കെടുത്തു. പക്ഷേ മിസ്റ്റർ നമ്പ്യാരെ കണ്ടില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയിരിക്കുകയാവും. വിവാഹസദ്യയ്ക്ക് പ്രത്യേക വിഭവമായി മദ്യവും ഉണ്ടായിരുന്നു. പുരുഷന്മാർക്ക് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് കഴിച്ചു. ചുവന്ന കണ്ണുകളും ചുളുവർക്കാത്ത കാലുകളുമായിരുന്നു പലർക്കും. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നടുക്കത്തോടെ ഞാൻ 2 മുഖങ്ങൾ കണ്ടു. തോമസ്, ജയദേവൻ മാഷ്. ഇരുവരും എന്നെ തുറച്ചു നോക്കുന്നു. ഞാൻ നോക്കാതിരിക്കാൻ ശ്രമിച്ചു. മുഖം തിരിച്ചു പിടിച്ചു. ആഹാരം കഴിച്ചു എന്ന് വരുത്തി കൈ കഴുകി. എനിക്ക് പോകാൻ തിടുക്കമായി. ആ അഗ്നികുണ്ഡത്തിൽ നിന്നും പുറത്തു കിടക്കാൻ എനിക്ക് ധൃതിയായി. ക്ഷണിച്ചവരെ കണ്ടൊന്ന് യാത്ര പറയണം. മിസ്റ്റർ നമ്പ്യാർ വരാത്ത സ്ഥിതിക്ക് ആ ചുമതല ഞാൻ ചെയ്തിരിക്കണമല്ലോ. പന്തലിൽ വലിയ തിരക്ക്. അതിനിടയിലൂടെ കടക്കുന്നതിനിടയിൽ ആരോ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. തോമസ്. മിസ്സിസ് നമ്പ്യാർ. മന്ത്രിക്കും പോലെ സ്വരം. മിസ്റ്റർ നമ്പ്യാർ ഷണ്ടനാണല്ലേ? ഞാൻ നടുക്കത്തോടെ തിരിഞ്ഞു നോക്കി. ഈ രഹസ്യം പരസ്യമായോ? ഒക്കെ എനിക്കറിയാം. നോക്ക്, അയാളുടെ കൂടെ എന്തിനാ കഴിയുന്നത്? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. മറ്റുള്ളവർ കേൾക്കാതെ കടിച്ചു പിടിച്ച ദേഷ്യത്തിൽ ഞാൻ മന്ത്രിച്ചു. ഞാൻ വരട്ടെ? മിസ്റ്റർ നമ്പ്യാർ ഇന്ന് വരില്ല. ഞാൻ അയാളുടെ കൈ തട്ടി എറിഞ്ഞു. അയാളുടെ മുഖത്തൊന്ന് കാർക്കിച്ച് തുപ്പാൻ എനിക്ക് തോന്നി. പക്ഷെ വയ്യല്ലോ. ഞാൻ അകത്തേക്ക് പാഞ്ഞു. ആരുതേരെ കണ്ട് യാത്ര പറഞ്ഞു എന്ന് വരുത്തി. തിരികെ അരികുപറ്റി പോരാൻ തിടുക്കപ്പെട്ട് ഇറങ്ങവേ മുൻപിൽ അവർ, തോമസും ജയദേവൻ മാഷും. മച്ചിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനെന്നിവരെ തൊടുകയിലായിരുന്നട തോമസ്. ജയദേവൻ മാഷിൻ്റെ പരിഹാസസ്വരം. മച്ചിയാ നല്ലത്. ആണ്ടിലാണ്ടിൽ പിള്ളേരുണ്ടാകത്തില്ലല്ലോ. ചൊറിയും ചിരങ്ങും പിടിച്ച് എന്തിനാ കുറേ കുട്ടിക്കുരങ്ങുകളെ സൃഷ്ടിക്കുന്നത്? എന്തിനാ പിള്ളേരെ പട്ടി പേർന്നതുപോലെ പെറ്റിട്ട് എന്നാ കൃതം? തോമസ് ആയിരുന്നു അത് പറഞ്ഞത്. പക്ഷേങ്കിൽ ഇപ്പോഴല്ലയോ കഥയറിയുന്നത് നമ്പ്യാരെ കൊണ്ട് കൊള്ളില്ലാഞ്ഞിട്ടാണെന്ന്. നല്ല പച്ചക്കരിമ്പ്, പല്ലില്ലാത്ത അതിയാനെ എന്താ പ്രയോജനം? വഴി തടഞ്ഞവർ നിൽക്കുകയാണ്. ദേഷ്യവും സങ്കടവും ഒരുപോലെ എത്തി. പൊട്ടിത്തെറിക്കാറായ നിമിഷങ്ങൾ. എന്താ മിസ്സിസ് നമ്പ്യാരെ, ഞങ്ങൾ ആണുങ്ങളാണോ? ഇപ്പോൾ 4 ആണുങ്ങളെ കണ്ടില്ലേ? ഞാൻ നടുങ്ങി തെറിച്ചുപോയി. 4 ആണുങ്ങൾ. ഇവർ പരസ്പരം അറിഞ്ഞുകൊണ്ടായിരുന്നോ? ഒന്നറിഞ്ഞാൽ മതി. നിങ്ങളിപ്പോൾ ഗർഭിണിയാണോ? ആണെങ്കിൽ ഞങ്ങൾ 4 പേരിൽ ആരുടേതാണ് കൊച്ച്? ഉറക്കെയായിരുന്നു ആ ചോദ്യം. ജയദേവൻ മാഷിൻ്റെ സ്വരം. അതിഥികൾ പലരും ശ്രദ്ധിക്കുന്നു. ഞങ്ങളെ സമീപിക്കുന്നു. ആൾക്കൂട്ടത്തിന് നടുവിൽ നഗ്നയാക്കപ്പെട്ട പോലെ. ഈ ഭൂമി പൊട്ടിപ്പിളർന്നിരുന്നെങ്കിൽ, അതിനുള്ളിലേക്ക് ആണ്ടുപോയെങ്കിൽ. പക്ഷേ ആഗ്രഹിക്കുമ്പോൾ ഭൂമി പൊട്ടിപ്പിളരുമോ? ഞാൻ സീതാദേവി അല്ലല്ലോ, പതിവ്രത അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഓടി, തോമസിൻ്റെ കൈകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട്. 10 അടി ഓടിക്കാണും. ആരോ എന്നെ ബലമായി പിടിച്ചു നിർത്തി. ഞാൻ അറിയാതെ നിലവിളിച്ചു. നിൽക്കടി അവിടെ. പരുഷമായ സ്വരം. ഞാൻ കുതറി. പെട്ടെന്നാണതുണ്ടായത്. എൻ്റെ ബ്ലൗസിൻ്റെ കുറേ ഭാഗം ബലമായി ചീന്തപ്പെട്ട് തൂങ്ങിക്കിടന്നു. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞിരിക്കണം.
ഒട്ടും മടിച്ചില്ല. കൈവീശി അയാളുടെ ഇരു കവിളിലും ഞാൻ ആഞ്ഞടിച്ചു. അലറി, പട്ടി ചെറ്റത്തരം കാണിക്കുന്നു. മിസ്റ്റർ പവിശങ്കർ, വസുധരാശങ്കർ ഉറക്കെ വിളിച്ചു. ആ കണ്ണുകൾ കത്തിക്കാളി, പല്ലുകൾ ഞെരിഞ്ഞു തകർന്നു. ഇത്രയും ആൾക്കൂട്ടത്തിൽ വെച്ച് എൻ്റെ ബ്ലൗസ് വലിച്ചു കീറിയ ആ തെണ്ടിപ്പട്ടി ആരാണെന്ന് നിനക്കറിയണോടാ? കേട്ടോളൂ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ പ്രിയപ്പെട്ട ഡാഡി ഡോക്ടർ കൃഷ്ണകുമാർ. പവിശങ്കറിൻ്റെ കണ്ണു തള്ളിപ്പോയി. ഞാൻ അവനെ അടിച്ചു. അവൻ്റെ 2 കൂട്ടാളികളും പാഞ്ഞെത്തി. അവർ പരസ്യമായി പറഞ്ഞു, ഞാൻ ആ നീചൻ്റെ വെപ്പാട്ടിയാണെന്ന്, വേശിയാണെന്ന്, ഭർത്താവിനെ വഞ്ചിക്കുന്നവളാണെന്ന്. അവനോട് എതിരിടാൻ ഓടിക്കൂടിയവരൊക്കെ അറച്ചു നിന്നു. അവർക്ക് നടുവിൽ നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു, ഇറങ്ങി ഓടി. അന്ന് വൈകിട്ട് വാതിൽമേൽ ആഞ്ഞിടിച്ച കൃഷ്ണകുമാർ എന്ന ഇരുകാലി മൃഗം അലറി വിളിച്ചു. അയൽക്കാർ ഓടിക്കൂടി. അവർ കേൾക്കെ അയാൾ വിളിച്ചലറി, വെറുതെ അല്ലടി, നിന്റെ ഭർത്താവ് രൂപ എണ്ണി മേടിച്ചിട്ടാടി എന്നെ വിട്ടിരിക്കുന്നത്. തുറക്കടി വാതിൽ. ഞാൻ തുറന്നില്ല. അയൽക്കാർ അയാളെ ഓടിച്ചു. എന്നെക്കുറിച്ച് പിറ്റേന്ന് മതിലിൽ പോസ്റ്റർ തെളിഞ്ഞു, ഞാൻ വേശിയാണെന്ന്. 3-ാം ദിവസമാണ് മിസ്റ്റർ നമ്പ്യാർ വന്നത്. തെണ്ടിപ്പട്ടി, നീ എൻ്റെ ഫ്രണ്ട്സിനെ അപമാനിക്കുമല്ലേടി? വന്നപാടെ അയാൾ എന്നെ കടന്നു പിടിച്ചു. പട്ടി എന്ന അയാൾ എന്നെ വിളിച്ചു. ഞാൻ അസൽ പേപ്പട്ടിയായ നിമിഷം അയാളുടെ മേൽ ഞാൻ ചാടിക്കയറി അള്ളിപ്പറിച്ചു. ഷർട്ട് വലിച്ചു കീറി, മുഖവും നെഞ്ചും മാന്തി പറിച്ചു. കയ്യിൽ തടഞ്ഞതെല്ലാം വാരി വലിച്ച് അയാളെ എറിഞ്ഞു. വീണ്ടും വീണ്ടും ചോര ചീറ്റുന്നത് ഞാൻ കണ്ടു. അയാൾ ഒരു വിധത്തിൽ എന്നെ പിടിച്ചു ജനലിനോട് ചേർത്ത് വരിഞ്ഞു കെട്ടി. വാതിലടിച്ചു പൂട്ടി സ്ഥലം വിട്ടു. 3 ദിവസം ഒരേ നില. ബോധം കിട്ടുപോയി. ഒരു ദൈവദൂതനെ പോലെ അവിടെ നിന്ന് എന്നെ രക്ഷിച്ചതാരെന്നോ? നടുവിലാർ മഠത്തിൽ ശങ്കരനാരായണൻ തിരുമേനി. വസുധരാശങ്കർ പുഞ്ചിരിച്ചു. പവിശങ്കർ ചാടി എണീറ്റു. ശങ്കരനാരായണൻ, ഡോക്ടർ കൃഷ്ണകുമാർ, തോമസ്, ജയദേവൻ മാഷ്, 4 ചെന്നായ്ക്കൾ. 4 ചെന്നായ്ക്കൾ ഒരുമിച്ച് കൂടിയാൽ ശങ്കരനാരായണനും തോമസും ജയദേവൻ മാഷും ഒരുമിച്ചൊരു ലോഡ്ജിലായിരുന്നു താമസം. ഡോക്ടർ കൃഷ്ണകുമാർ തൊട്ടടുത്ത ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. 4 പേരും ഒരുമിച്ച് കൂടും. ശങ്കരനാരായണനും തോമസിനും ഒരേ സ്ഥാപനത്തിലായിരുന്നു ജോലി. മിസ്റ്റർ മാധവൻ നമ്പ്യാരുടെ മെഡിക്കൽ ഷോപ്പിലെ സെയിൽസ്മാൻ. അവിടെ മാനേജരും ക്യാഷ്യറും ഒക്കെയായി മാധവൻ നമ്പ്യാർ മാത്രം. സെയിൽസിനായി ശങ്കരനാരായണനും തോമസും. ചെറുപ്പത്തിൽ ചോരത്തിളപ്പുമായി നടന്നിരുന്നവർ മാധവൻ നമ്പ്യാരുടെ മലയിൽപ്പെട്ടു. മദ്യപാനം നിത്യത്തൊഴിലാക്കി. അയാളുടെ എല്ലാ തോന്നിയാസ്തിനും കൂട്ടുനിന്നു. മാധവൻ നമ്പ്യാർ പണം വാരിയെറിഞ്ഞവരെ പ്രോത്സാഹിപ്പിച്ചു. മദ്യവും പെണ്ണും അവർക്കിടയിലേക്ക് പറന്നു വന്നു. അത് അവരുടെ ദൗർബല്യമായി. ആ 4 പേരെയും പെണ്ണിനും മദ്യത്തിനും വേണ്ടി എന്തും ചെയ്യുന്നവരാക്കി മാധവൻ നമ്പ്യാർ മാറ്റി. അതെ, മാധവൻ നമ്പ്യാരുടെ വലയിൽ തൻ്റെ സെയിൽസ്മാൻമാർ മാത്രമല്ല, ഡോക്ടറായ കൃഷ്ണകുമാറും അധ്യാപകനായ ജയദേവൻ മാഷും പോലും വീണു. സദാ മദ്യപിച്ച് നടക്കുക. ജയദേവൻ മാഷിന് സ്കൂളിൽ നിന്നും താക്കീത് കിട്ടി. കൃഷ്ണകുമാറിനെ ആ ഹോസ്പിറ്റലിൽ നിന്നും പിരിച്ചുവിട്ടു. ആ 4 പേരും മാധവൻ നമ്പ്യാരുടെ ചതുരക്കളത്തിലെ കരുക്കളായിരുന്നു. തൻ്റെ ഷഡ്വത്വത്തിൽ നിന്നുയർന്ന കടുത്ത അപകർഷതാബോധവും പകയുമാണ് മാധവൻ നമ്പ്യാരെ അത്രയ്ക്ക് ക്രൂരനും പ്രതികാരദാഹിയുമാക്കി തീർത്തത്. ഒരു സ്ത്രീ വെറും പാവയെപ്പോലെ അയാളുടെ കാൽച്ചുവട്ടിൽ കിടക്കുമെന്ന് അയാൾ തെറ്റിദ്ധരിച്ചാവാം പാവപ്പെട്ട വീട്ടിൽ നിന്നും ഒരുവളെ തിരഞ്ഞെടുത്തത്. പക്ഷേ പാവപ്പെട്ടവളായാലെന്ത്, പണക്കാരിയായാലെന്ത്, സ്ത്രീ തന്നെയല്ലേ? അതിനുള്ള പകയായിട്ടാണ് ആദ്യത്തെ തവണ ശങ്കരനാരായണൻ തിരുമേനിയെയും ഡോക്ടർ കൃഷ്ണകുമാറിനെയും ചട്ടം കെട്ടി അയാൾ കുടിച്ച് ബോധഹീനനാക്കി എത്തിയത്. താനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ. ആദ്യത്തെ ഊഴം ശങ്കരനാരായണൻ തിരുമേനിക്ക്. അകത്തെ മുറിയിൽ വെച്ച് എന്നെ കെട്ടിപ്പുണർന്ന് എൻ്റെ വികാരങ്ങളെ കുത്തി ഉണർത്തി. എൻ്റെ മുഖത്ത് സ്നേഹമുദ്ര പതിപ്പിച്ച് ശങ്കരനാരായണൻ എന്നെ കീഴ്പ്പെടുത്തി. ഭർത്തൃമതിയാണ് ഞാൻ പാതിവൃത്യം കാക്കേണ്ടവൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ശങ്കരനാരായണനാണ് എൻ്റെ പുരുഷൻ, എൻ്റെ കന്യകാത്വം ആദ്യമായി കടന്നെടുത്തവൻ. ചുട്ടുരുകുന്ന മണലാരണ്യത്തിൽ നിന്നും പനിനീർപ്പൂക്കൾ ഇതൾ പൊഴിക്കുന്ന നന്ദനോദ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവൻ. എൻ്റെ ശരീരത്തിൽ ആദ്യമായി സ്പർശിച്ച പുരുഷനെ ഞാൻ എങ്ങനെ മറക്കാനാവും? മാത്രമല്ല, എന്നോട് അലിവോടെ പെരുമാറുകയും എന്നെ അപഹസിക്കാതിരിക്കുകയും ചെയ്തത് അദ്ദേഹമാണ്. എന്നോടുള്ള ആ തരിമ്പ് പരിഗണന മതിയായിരുന്നു എനിക്ക്. ഞാൻ ആ കാലടികളിൽ വീണു. സൗമ്യനും സുന്ദരനുമായിരുന്നു അദ്ദേഹം. ഷണ്ടനും ദുഷ്ടനുമായ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ശങ്കരനാരായണൻ തിരുമേനിയായിരുന്നുവെങ്കിൽ അക്കാലത്ത് ചിലപ്പോൾ ഞാൻ ഓർത്തുപോയിട്ടുണ്ട്. എങ്കിലും ബോധം തെളിഞ്ഞപ്പോൾ ആ മുഖം കാണേണ്ടി വന്നത് എന്നിൽ നടുക്കമാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ? തളർന്ന സ്വരത്തിൽ ഞാൻ ചോദിച്ചു. സുധാ, പ്ലീസ് ക്ഷമിക്കണം. മദ്യത്തിൻ്റെ ലഹരിയിൽ അന്നങ്ങനെ സംഭവിച്ചു എന്ന് കരുതി ഞാൻ അങ്ങനെയുള്ളവനല്ല. ഇതാ അന്നത്തെ തെറ്റിനുള്ള പ്രായശ്ചിത്തമാണിത്. ഈ പൂണൂലാണേ സത്യം. മാറിൽ കിടന്നിരുന്ന വെള്ള നൂലിഴകളിൽ തൊട്ട് സത്യം ചെയ്തു. ബ്രാഹ്മണർക്ക് പൂണൂലിനേക്കാൾ വലിയ സത്യമെന്ത്?
എനിക്ക് കുടിക്കാൻ ചായ പിടിപ്പിച്ചു തന്നു. കഴിക്കാൻ ചോറും കറികളും. 3 ദിവസം ആഹാരം കഴിക്കാതെ കെട്ടപ്പെട്ട നിലയിൽ നിന്നതല്ലേ വിശപ്പ് ആർത്തിയായി രൂപാന്തരപ്പെട്ടിരുന്ന സമയം. എത്ര ശത്രു തന്നെയായാലും എന്ത് വിഷമായാലും കഴിച്ചു പോകുന്ന സമയം. എൻ്റെ 2 കാലുകളും കൈകളും അതോടെ തളർന്നു. ഞാൻ അവിടെ തന്നെ വീണ് കിടന്നു ഉറങ്ങി എണീക്കും വരെ തിരുമേനി എനിക്ക് കാവലിരുന്നു. തോമസും ജയദേവൻ മാഷും തിരുമേനിയെ പഠിച്ചു. ഭ്രാന്താണെന്ന് പറഞ്ഞു. തിരുമേനി വകവച്ചില്ല. ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു ഞങ്ങൾ താമസമാക്കി. സുധാശങ്കറായി. പവിശങ്കർ നടുങ്ങി. അപ്പോൾ വസ്ത്രശങ്കർ എന്ന പേര് വന്നതെങ്ങനെ എന്ന് മനസ്സിലായി. സുധാശങ്കർ തൻ്റെ അച്ഛൻ്റെ പേര്. തൻ്റെ അച്ഛൻ്റെ ഭാര്യയോ ഇവർ. വസ്ത്രശങ്കർ തുടർന്നു. മിസ്റ്റർ മാധവൻ നമ്പ്യാർ തിരുമേനിയെ പിരിച്ചുവിട്ടു. എന്നെ രക്ഷിച്ചതിനുള്ള പക. ഡോക്ടർ കൃഷ്ണകുമാർ അപ്പോഴേക്കും സ്ഥലം വിട്ടു കഴിഞ്ഞിരുന്നു. മിസ്റ്റർ തോമസും ജയദേവൻ മാഷും ഒരുമിച്ചു. ഇരുവരും തിരുമേനിക്കെതിരായി. തിരുമേനി ഒരു പാലർ കോളേജിൽ ജോലി തേടി. കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ഞങ്ങൾ കഷ്ടിച്ച് കഴിഞ്ഞുകൂടി. പക്ഷേ മാധവൻ നമ്പ്യാരും തോമസും കൂടി ഞങ്ങൾ താമസിക്കുന്നിടത്തെത്തി. എന്നെ മാധവൻ നമ്പ്യാർ പിടിച്ചു വലിച്ചു. മര്യാദയ്ക്ക് വീട്ടിൽ വന്നോണം, അല്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും. വാടി ഇവിടെ. ഞാൻ കുതറി പിടിവിടുവിച്ചു. വെട്ടുകത്തി കൈക്കലാക്കി വീശി. കൊന്നുകളയും, ഞാൻ അടുക്കരുത്. ഞാൻ അലറി. തീർച്ച അയാൾ ഇനിയും എന്നെ പിടിച്ചാൽ ആ കൈ ഞാൻ വെട്ടും, പിന്നെ തല. അങ്ങനെ കരുതി ഞാൻ ഇരുന്നു. തോമസ് അയാളെ പിടിച്ചു വലിച്ച് പുറത്താക്കി. തിരുമേനി വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. ദേഷ്യപ്പെട്ട് തിരുമേനി ചോദിക്കാൻ ചാടി ഇറങ്ങി. ഞാൻ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പക്ഷെ തിരുമേനി പോവുക തന്നെ ചെയ്തു. ചോദിക്കാൻ പോയയാൾ തിരികെ വന്നത് കുഴയുന്ന നാവും ഇടറുന്ന പാദങ്ങളുമായിട്ടാണ്. ഷുഷേ, ഇവിടെ പകല ആഴാണ്ടൊക്കെ വഴുന്നുണ്ടെന്ന് ആ തോമസ് പറഞ്ഞല്ലോടി. നിന്നെ കൊന്ന് കുഴിച്ചു മൂടും. തിരുമേനി അവരുടെ വലയിൽ വീണു. വേണ്ടിയിരുന്നില്ല. ഒക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കേണ്ടിയിരുന്നില്ല. ഇതാ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ദുരന്തം. ആ ഇടയ്ക്ക് ഒരു സത്യം ഞാൻ അറിഞ്ഞു. ഞാൻ ഗർഭിണിയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ തുള്ളിച്ചാടി തിമിർത്താടി നടക്കാൻ മോഹം. ഓരോ പൂവിനോടും ഇലയോടും മൺതിരിയോട് പോലും ഞാൻ ആ സത്യം പറഞ്ഞു. നോക്കൂ, എനിക്ക് ഉണ്ണിയായാലും പെൺകുട്ടിയായാലും ഇഷ്ടമാണ്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഞാൻ ആ സത്യം തിരുമേനിയോടും പറഞ്ഞു. ഓ, നാശമായല്ലോ. ഈർഷ്യ നിറഞ്ഞ സ്വരം. ഇത്ര പെട്ടെന്ന് ഗർഭിണിയായാൽ വലിയ ബുദ്ധിമുട്ടാണ്. വയറും താങ്ങി നടക്കണ്ടേ? സുധാ, നമുക്ക് ഈ കുഞ്ഞു വേണ്ട. എൻ്റെ തലയ്ക്കടിയേറ്റതുപോലെ. പൂണൂൽ ധരിക്കുന്ന സത്യസന്ധനായ ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. പക്ഷേ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ വേഴാമ്പലാണ്. മഴത്തുള്ളികൾക്കായി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേഴാമ്പൽ. എനിക്ക് ലഭിക്കുന്ന ഇത്തിരി ജലബിന്ദുക്കളെ ഞാൻ തട്ടിയെറിയാനോ? ഞാൻ സമ്മതിച്ചില്ല. മിസ്റ്റർ മാധവൻ നമ്പ്യാർ പിന്നെ വഴക്കിന് വന്നില്ല. അതുതന്നെ ആശ്വാസം. ഞാൻ പ്രസവിച്ചു. ആൺകുട്ടി. എൻ്റെ സ്ത്രീജന്മം സഫലമായിരിക്കുന്നു. ഞാൻ അമ്മയായി. ഈ ജന്മത്തിന് സാധിക്കില്ലെന്ന് കരുതിയിരുന്ന ജീവിതാഭിലാഷം. പക്ഷേ സന്തോഷം എനിക്ക് പറഞ്ഞിട്ടില്ലായിരുന്നിരിക്കാം. കാരണം തിരുമേനി കുടിക്കാത്ത ദിവസങ്ങളില്ല. കയ്യിലെ പണം മുഴുവൻ തീർത്തിട്ടാകും വരിക. എൻ്റെ ദൈവമേ, നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും അരുതേ. ഞാൻ കേണു. നമ്മുടെ കുഞ്ഞോ? ആരുടെ ആരാടി അവൻ്റെ അച്ഛൻ? ശങ്കരനാരായണൻ തിരുമേനിയുടെ ഒപ്പം താമസിക്കാൻ തുടങ്ങി 3 മാസത്തിന് ശേഷമാണ് ഞാൻ ഗർഭിണിയായത്. പക്ഷേ അതാ മനുഷ്യൻ അംഗീകരിക്കുന്നില്ല. മറ്റാരൊക്കെയോ ആ വീട്ടിൽ വരുന്നുണ്ടെന്നും അവർക്കും കുഞ്ഞിൻ്റെ മേൽ പങ്കാളിത്തമുണ്ടെന്നും. പൂണുൽധാരിയായ ഒരു ബ്രാഹ്മണൻ ഇത്രയ്ക്ക് നീചനാകുമോ? സ്വപ്നങ്ങൾ തകർന്നതിൻ്റെ വേദനയാണ് എനിക്ക്. എന്നാലും ആ മനുഷ്യൻ എൻ്റെ ദൈവം തന്നെയാണ്. എനിക്കൊരു ജീവിതം തന്നയാളല്ലേ. തിരുമേനിക്ക് വീണ്ടും നമ്പ്യാരുടെ മെഡിക്കൽ ഷോപ്പിൽ തന്നെ പണി കിട്ടി. അയാളെ വിളിച്ചു കൊടുത്തതാണ്. എന്താണാവോ ലക്ഷ്യം? അതോടെ അയാൾ പഴയതിലും നീചനായി. ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന ആ വീട്ടിലേക്കൊരു സ്ത്രീ കടന്നു വന്നു. മെല്ലിച്ച ഒരുവൾ, ദൈന്യതയാർന്ന മുഖം, ദീർഘദൂര യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം. തിരുമേനി ഇല്ലാത്ത സമയം. സ്ത്രീ വന്നപാടെ വരാന്തിയിലേക്ക് കടന്നു. തിരുമേനി എവിടെ? വന്നവൾ ചോദിച്ചു. ഇവിടെയില്ല. വരട്ടെ, ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അത്യാവശ്യം വല്ലതുമാണോ? എന്താ കാര്യം? ഞാൻ ചോദിച്ചു. പറഞ്ഞോളൂ, മടിക്കണ്ട. എൻ്റെ പേര് മേരി. ഞാൻ ശങ്കരനാരായണൻ തിരുമേനിയുടെ ഭാര്യയാണ്. ആ വീടൊന്നാകെ പൊട്ടിത്തെറിച്ചു. ഒപ്പം ഞാനും. നടുവിലാർ മഠത്തിലെ നാരായണൻ തിരുമേനിയുടെയും ലക്ഷ്മിക്കുട്ടി അന്തർജനത്തിൻ്റെയും ഏക മകൻ ശങ്കരനാരായണൻ. തൊട്ടടുത്ത കൃഷ്ണക്ഷേത്രത്തിലെ പൂജാരിയാണ് നാരായണൻ നമ്പൂതിരി. പൂജാകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലോ വേദമന്ത്രങ്ങൾ ഉരുവിടുന്നതിലോ ശങ്കരനാരായണന് താല്പര്യമുണ്ടായിരുന്നില്ല. ഗായത്രി ജപിക്കുന്നത് പോലും പൂർണ്ണ മനസ്സോടെയല്ല. അച്ഛൻ്റെ ചൂരൽ തുടയിലാഞ്ഞു പതിക്കുമോ എന്ന് ഭയന്ന്. ഉപനയനം കഴിഞ്ഞ ഉണ്ണിയാണ്. അവൻ്റെ സ്വഭാവമാറ്റം അവൻ്റെ അമ്മയെ വേദനിപ്പിച്ചു. അച്ഛനെ ദേഷ്യം പിടിപ്പിച്ചു. ഉപദേശവും ശാസനയും മുറയ്ക്ക്. ഈ ഇല്ലത്തിൽ ഇങ്ങനൊരുത്തൻ ജനിച്ചുവല്ലോ.
നാരായണൻ തിരുമേനി സ്വയം ശപിച്ചുപോയി. അത്രയ്ക്ക് കുസൃതിയായിരുന്നു ശങ്കരനാരായണൻ. സ്കൂളിൽ നിന്നും ദിവസവും പരാതിയായി. സ്കൂൾ അധികൃതർ നാരായണൻ തിരുമേനിയെ ആളയച്ച് വിളിപ്പിക്കും. വീട്ടിലെത്തിയാൽ തിരുമേനി ചൂലെടുക്കും. ലക്ഷ്മിക്കുട്ടി അന്തർജനം നെഞ്ചത്തടിക്കും. എൻ്റെ കൃഷ്ണ, നീ എൻ്റെ ഉണ്ണിയെ ഇങ്ങനെയിട്ട് പെടാപ്പാട് പെടുത്തുന്നത് എന്തിനാ? അവർ കരഞ്ഞു പോകും. കൃഷ്ണന് മറുപടിയുണ്ടോ? ശങ്കരനാരായണൻ്റെ ദൗർബല്യമായിരുന്നു പെൺകുട്ടികൾ. പഴയ കാലത്ത് നാട്ടിലുള്ള നായർ പെൺകുട്ടികളൊക്കെ നമ്പൂതിരിമാരുടെ സ്വകാര്യ സ്വത്തായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒന്ന് നോക്കാൻ പോലും വയ്യ. ശങ്കരനാരായണൻ സങ്കടപ്പെട്ടു. ചിന്തിച്ച് വഴി കണ്ടെത്തി. ക്ഷേത്രത്തിൽ ശാന്തിക്കായി അച്ഛനോടൊപ്പം പോവുക. സ്കൂളിൽ പോകുന്നത് വരെയും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ശങ്കരനാരായണൻ മുഴുവൻ സമയം ക്ഷേത്രത്തിൽ കഴിച്ചുകൂട്ടി. ക്ഷേത്രത്തിൽ തൊഴാൻ ഏറ്റവും കൂടുതൽ എത്തുക പെൺകുട്ടികളാണല്ലോ. യുവതികൾ, താരുണ്യവതികൾ. കണ്ടും കേട്ടും സംസാരിച്ചും ചിരിച്ചും സമയം കളയുക. ഇതിനിടയിൽ കൂട്ടുകൂടി കള്ളു കുടിക്കാൻ തുടങ്ങി. അതറിഞ്ഞ ദിവസം നാരായണൻ തിരുമേനി കെട്ടിയിട്ട് അടിച്ചു. കോളേജിലേക്ക് പഠിത്തം മാറ്റിയിട്ടും ശങ്കരനാരായണൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നില്ല. ഇല്ലത്തെ ചെത്തുകാരൻ്റെ വീട്ടിൽ ഒരു സന്ധ്യയ്ക്ക് ശങ്കരനാരായണൻ കടന്നു കയറി. സേതു എന്ന പെൺകുട്ടിയുടെ മുറിയിൽ. അവളുടെ സമുദായം ഒറ്റക്കെട്ടായി. ഞങ്ങളുടെ പെണ്ണ് ഇല്ലത്ത് വന്ന് കുടിയിരിക്കട്ടെ. നടുവിലാർ മഠത്തിൽ കുടിയിരിക്കാൻ ഈഴവ പെണ്ണോ? എൻ്റെ കൃഷ്ണ! നാരായണൻ തിരുമേനി നെഞ്ചത്തടിച്ചു. പെണ്ണിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും, അല്ലാതെ ഞങ്ങൾ അടങ്ങില്ല. അവർ ഒറ്റക്കെട്ടായി നിന്ന് ആക്രോശിച്ചു. തിരുമേനിക്കത് സമ്മതമെങ്കില്ലെങ്കിൽ കൊച്ചു തിരുമേനി ഉണ്ടല്ലോ, ആ പോക്രി തല്ലിക്കൊന്ന് ഞങ്ങൾ ആറ്റിലൊഴുക്കും. പെണ്ണിന് ചെലവിനുള്ളത് എത്തിച്ചേക്കാമെന്നായി നാരായണൻ തിരുമേനി. അങ്ങനെ ഓശാരക്കാശൊന്നും വേണ്ട. ഈ ഇല്ലത്തെ ഒരു തലമുറയാണ് ഞങ്ങളുടെ പെണ്ണിൻ്റെ വയറ്റിൽ കുരുത്തത്. അത് വളരേണ്ടത് ഇല്ലത്ത് തന്നെയാണ്. അവർ സേതുവിനെ ആ മഠത്തിൽ നിർത്തിയിട്ട് സ്ഥലം വിട്ടു. ഇല്ലക്കാർ അവളെ അകത്തേക്ക് വിളിച്ചില്ല. അവൾ തിരികെ ചെന്നാൽ അവളുടെ ആൾക്കാർ അവളെ കൊല്ലും. ശങ്കരനാരായണ സ്ഥലം വിട്ടു കഴിഞ്ഞിരുന്നു. സേതുവെണ്ണുന്ന പെണ്ണ് നിരാലംബിയായി ഇല്ലത്തിൻ്റെ പടുപ്പുരക്കെട്ടിൽ കഴിഞ്ഞു. ഒരു നാൾ, 2 നാൾ, 3-ാം നാൾ ഇല്ലത്തിൻ്റെ പിന്നിലൂടെ ഒഴുകുന്ന ആറ്റിൽ ചാടി സേതു എന്ന പാവം പെണ്ണ് ജീവനൊടുക്കി. മാഡ, ഇതൊക്കെ മാഡ എങ്ങനെ അറിഞ്ഞു? ഭവശങ്കർ ഉത്കണ്ഠയോടെ ചോദിച്ചു. വസുന്ധര എല്ലാം അറിയുന്നവൾ. വസുന്ധരാശങ്കർ ചിരിച്ചു. ഒളിച്ചോടിപ്പോയ ശങ്കരനാരായണൻ തിരുമേനിക്ക് ജോലി കിട്ടിയത് ഒരു മെഡിക്കൽ ഷോപ്പിൽ സെയിൽസ്മാൻ. അതേ ഷോപ്പിൽ സെയിൽസ് ഗേൾ ആയിരുന്നു മേരി. സുന്ദരനും വിടനുമായ ശങ്കരനാരായണൻ തിരുമേനിയുടെ വലയിൽ വീഴാതെ മേരിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? ചക്കരവാക്കുകളിൽ മനമയങ്ങിപ്പോകുന്ന സ്ത്രീകളുടെ ദൗർബല്യമാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. മേരി പക്ഷേ എന്നേക്കാൾ ഇത്തിരി കൂടി ബുദ്ധിയുള്ളവളായിരുന്നു. അതുകൊണ്ട് ശങ്കരനാരായണൻ അവളെ മാരേജ് ചെയ്യേണ്ടതായി വന്നു. വിവരം നാട്ടിലേക്ക് എഴുതി. പടിയടിച്ച് പിണ്ടം വെച്ചിരിക്കുന്നു എന്നതായിരുന്നു നാരായണൻ തിരുമേനിയുടെ മറുപടി. ജീവിച്ചിരിക്കുന്ന മകനു വേണ്ടി ആ അച്ഛൻ ഉദകക്രിയ ചെയ്തു. അച്ഛനില്ലാത്ത മേരിയുടെ വീട്ടിൽ ശങ്കരനാരായണൻ താമസമാക്കി 2 വർഷം. അതിനിടയ്ക്ക് മേരിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു. വിദഗ്ധമായി രക്ഷപ്പെട്ടു. മുങ്ങൽ വിദഗ്ധൻ. പൊങ്ങിയതോ മിസ്റ്റർ മാധവൻ നമ്പ്യാരുടെ മുമ്പിൽ, ദുഷ്ടൻ്റെ രാജാവിന് മുമ്പിൽ. ദുഷിച്ച കൂട്ടുകെട്ടിനുള്ളിൽ തോമസും മാധവൻ നമ്പ്യാരും ചേർന്നാൽ എത്ര നല്ലതിനും ചീത്തയാകും. എങ്കിലും എനിക്ക് അഭയം നൽകിയ കരങ്ങളാണത്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ? അതെ, അദ്ദേഹം എൻ്റെ കാണപ്പെട്ട ദൈവമായിരുന്നു. എത്ര മദ്യപിച്ചാലും എന്നെ എത്രയൊക്കെ ഉപദ്രവിച്ചാലും എനിക്ക് പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ മനുഷ്യനെ തേടി ഓർക്കാപ്പുറത്ത് ഇതാ ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരവകാശി മേരി എനിക്ക് മുമ്പിൽ തറഞ്ഞവളിരുന്നു. നീയാണെൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തത്. മേരി എനിക്ക് നേരെ വിരൽ ചൂണ്ടി. ഞാൻ എൻ്റെ സത്യാവസ്ഥ പറഞ്ഞാൽ മേരി വിശ്വസിക്കുമോ? ഞാൻ എവിടെയെല്ലാം ആ മനുഷ്യനെ തിരക്കി. എന്നെ ചതിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ സൂഹിക്കേണ്ട. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കത്തില്ല. മേരി ശപഥം ചെയ്തു. അവൾക്ക് മുൻപിൽ ശിലയായി ഞാനിരുന്നു. എൻ്റെ മടിയിൽ അമ്മിഞ്ഞപ്പാലിനായി അലറിക്കരയുന്ന എൻ്റെ മകൻ. കുടിച്ചു ബോധം നശിച്ച മട്ടിൽ വീണും തല്ലിയും കടന്നു വന്ന തിരുമേനി മേരിയെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. ഒരുപറ്റം ആൾക്കാർ, പോലീസുകാരുൾപ്പെടെ ആ മുറ്റത്തേക്ക് കടന്നു വന്നു. പിടിക്കടാ അവനെ! അവർ തിരുമേനിയെ ഒരു പുഷ്പം പോലെ പൊക്കിയെടുത്തു. വാനിൽ കയറ്റി. ഒപ്പം മേരിയും കയറി. വാൻ വിട്ടു. ഒരു ശില പോലെ നോക്കിയിരുന്ന എനിക്ക് സത്യം ബോധ്യപ്പെടാൻ വൈകി. പിടിച്ച പിടിയാലെ തിരുമേനിയെ കൊണ്ടുപോകാൻ ആളുകളെ കൂട്ടിയാണ് മേരി എത്തിയത്. ചതിവിൽപ്പെടുത്തി അവൾ കൊണ്ടുപോയി എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ. ചതിവിലോ? ആരാണ് ചതിച്ചത്? എന്നെപ്പോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ആ ഹതഭാഗ്യയും. അവളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോന്നതാണ്. അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതാണ്. തിരുമേനിയിൽ എനിക്കുള്ളതിനേക്കാൾ സ്വാധീനം മേരിക്കാണ്. അവളുടെ ആൾക്കാരാണ് പിടിച്ച പിടിയാലെ കൊണ്ടുപോയത്. എൻ്റെ ആ വഴിയും അടഞ്ഞു. കഷ്ടിച്ച 1.5 വയസ്സുള്ള കുഞ്ഞ്. അവനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ? ഒരു പണിക്കായി ഞാൻ തേടി അലഞ്ഞു.
എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എൻ്റെ വീട്ടിലുള്ളവരുടെ അശ്രദ്ധ മൂലം ചെതലരിച്ച് നാമാവശേഷമായി കഴിഞ്ഞിരുന്നു. സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ എനിക്ക് അപേക്ഷകൾ പോലും അയക്കാൻ കഴിഞ്ഞില്ല. വഴിവക്കിൽ കുഞ്ഞിനെ തുണി വിരിച്ച് കിടത്തിക്കൊണ്ട് ഒരു ദിവസം ഞാൻ റോഡ് പണി ചെയ്തു. എൻ്റെ മകന് ആഹാരം കൊടുക്കാനും എൻ്റെ വിശപ്പടക്കാനുമായി. വഴിവക്കിൽ എൻ്റെ കുഞ്ഞ്, വഴിപ്പണി ചെയ്യുന്ന ഞാൻ. കാറിൽ അതുവഴി വന്ന നമ്പ്യാർ കാർ നിർത്തി എൻ്റെ നേരെ നോക്കി പൊട്ടിച്ചിരിച്ചു. "എവിടെയടി നിൻ്റെ തിരുമേനി?" അയാൾ ചോദിച്ചു. കോൺട്രാക്ടർ അയാളോട് കയർത്തു. പക്ഷേ താൻ ചെയ്ത ഉപകാരത്തിൻ്റെ പ്രതിഫലം പറ്റാൻ കോൺട്രാക്ടർ എത്തിയത് രാത്രിയിൽ. ഞാൻ അയാളെ ആട്ടി ഓടിച്ചു. അതോടെ റോഡ് പണി നിർത്തി. ഒരു വീട്ടിൽ അടുക്കളപ്പണി കിട്ടി. ഞാൻ ആശ്വസിച്ചു. എൻ്റെ കുഞ്ഞിനെ വഴിവക്കൽ കിടത്തണ്ടല്ലോ. അവൻ അലറിക്കരയുമ്പോൾ ഞാൻ നെഞ്ചുപൊട്ടി കരയണ്ടല്ലോ. വീട്ടുടമസ്ഥ ഒരു പാവ സ്ത്രീയായിരുന്നു, കുഞ്ഞുങ്ങളോട് ദയയുള്ളവൾ. ഇത്തിരി പാലും പഴവും അവർ അറിഞ്ഞു തന്നെ എൻ്റെ കുഞ്ഞിനെ നൽകി. പക്ഷേ സ്ഥായിയായി ഒരു സുഖവും അവൾക്ക് വിധിച്ചിരുന്നില്ല. ഒരു ദിവസം വീട്ടുടമസ്ഥ ഇല്ലാതിരുന്ന സമയം അതിക്രൂരമായി ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ആ ഗൃഹനാഥനാൽ ഇറച്ചിക്കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന മാംസം നോക്കി നൊട്ടിനുണയുന്ന ചന്തപ്പട്ടിയെപ്പോലെ അയാൾ എന്നും എന്നെ നോക്കുമായിരുന്നു. പക്ഷേ ഉറങ്ങാൻ കിടന്നിരുന്ന കുഞ്ഞിന് പാല് കൊടുത്തിട്ടുണ്ടിരുന്ന എന്നെ ആ പട്ടി കഴിവേറി കടിച്ചു കുടഞ്ഞു. എതിർക്കാൻ ഒരു മാത്ര പോലും കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പക്ഷേ എൻ്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്ന അയാളെ ഭാര്യ കയ്യോടെ പിടികൂടി. അപ്പോഴും ആ തെണ്ടിപ്പട്ടി രക്ഷപ്പെട്ടു. വേലയ്ക്ക് ചെല്ലുന്നവളൊക്കെ വേശിയാണെന്നാണ് എല്ലാ കൊച്ചമ്മമാരുടെയും ധാരണ. ഞാൻ അയാളെ വശീകരിച്ചതാണത്രേ. ഭർത്താവിൻ്റെ നിരപരാധിത്യം ഭാര്യ വിശ്വസിച്ചു. തെറ്റുകാരിയായ വേലക്കാരി അടിച്ചിറക്കപ്പെട്ടു. അന്ന് വൈകിട്ടാണ് ശങ്കരനാരായണൻ തിരുമേനി തിരിച്ചു വന്നത്. വസ്ത്രാശങ്കർ പല്ല് കടിച്ചു. രവിശങ്കർ ആ മുഖത്തേക്ക് തന്നെ കണ്ണു നട്ടിരിക്കുകയായിരുന്നു. ആ നീചൻ ഒറ്റയ്ക്കല്ല, കൂട്ടുകാരുമുണ്ട്. ഇരുവരും മദ്യപിച്ചാണ് എത്തിയത്. എനിക്കും കുഞ്ഞിനും തുണിത്തരങ്ങൾ, കുഞ്ഞിന് പലഹാരങ്ങളൊക്കെ. പൂണൂൽ ധരിച്ചിട്ടുണ്ട്. എങ്കിലും ചെറുപ്പക്കാരനായ ആ ബ്രാഹ്മണനൊരു നരാധമനായിരുന്നു. വെറും കാട്ടുമൃഗം. അയാളെ ദൈവത്തെപ്പോലെ കരുതിയ എന്നെ അയാളുടെ കൂട്ടുകാരനു കൂടി സൽക്കരിക്കാൻ ഞാൻ അയാളെ ഒരിടത്താവളം മാത്രമായിരുന്നു എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. വെറും വെപ്പാട്ടി. ഞാൻ വെറും വേശ്യ. വരുന്ന പുരുഷന്മാരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ അയക്കുന്ന ഒരു തെരുവ് വേശ്യ. ഞാൻ വെട്ടുകത്തിയും വീശി അലറി വിളിച്ചു. ഇരുവരും പാഞ്ഞു. എങ്കിലും ഞാൻ വീശി എറിഞ്ഞ കത്തി കൃത്യം അയാളുടെ കാലിൽ കൊണ്ടു. ശങ്കരനാരായണൻ തിരുമേനി അലറി വിളിച്ചു. മുട്ടിന് താഴെ എവിടെയോ മുറിവുണ്ടായി. അയാൾ നിൽക്കാതെ ഓടി. വെട്ടുകത്തി ഞാൻ തിരിച്ചെടുത്തു. അതിൻ്റെ വായ്ത്തലയിൽ ചൂട് ചോര. ആ വെട്ടുകത്തിയുമായി ഞാൻ മുറിക്കുള്ളിലെത്തി. ശാന്തമായി ഉറങ്ങുന്ന എൻ്റെ മകൻ, അയാളുടെ ബീജം. ആ മൃഗത്തിൻ്റെ ആ നിമിഷത്തിൽ ഒരു പുഴുവിനെ പോലെ ഞാൻ ആ കുഞ്ഞിനെ അറച്ചു, വെറുത്തു. ഒറ്റ വെട്ടിന് അതിൻ്റെ കഴുത്ത് മുറിക്കാൻ ഞാൻ ഒരുങ്ങിയതാണ്. പക്ഷേ കഴിഞ്ഞില്ല. ആ പ്രത്യേക നിമിഷത്തിൽ അവൻ കണ്ണു തുറന്നു, എന്നെ നോക്കി. എൻ്റെ മകൻ. ഞാനവനെ വാരിയെടുത്തു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ നെഞ്ചിൽ അടുക്കി പിടിച്ച് ഞാൻ ആ വീട്ടിലെത്തി. മിസ്റ്റർ നമ്പ്യാരുടെ വീട്ടിൽ. എൻ്റെ കഴുത്തിൽ താലി എന്ന പേരിൽ ചങ്ങല പൂട്ടിയ മനുഷ്യമൃഗത്തിൻ്റെ മുൻപിൽ ഞാൻ നിന്നു. അയാൾ എന്നെ തുറിച്ചു നോക്കി. ഞാൻ കൂസിയില്ല. അനുഭവങ്ങൾ, ക്രൂരമായ അനുഭവങ്ങൾ എന്നെ അത്തരമൊരു പതനത്തിലെത്തിച്ചിരുന്നു. വികാരങ്ങൾക്ക് എൻ്റെ നെഞ്ചിൽ സ്ഥാനമില്ലാത്തൊരവസ്ഥ. ഞാനൊരു കൽപ്രതിമയായോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. താഴെ ടൗവൽ വിരിച്ച് എൻ്റെ മകനെ ഞാൻ അതിന്മേൽ കിടത്തി. നിങ്ങൾക്കുള്ള സമ്മാനമാണിത്. കൊല്ലുകയോ തിന്നുകയോ കളയുകയോ വളർത്തുകയോ ചെയ്യാം. ഒരു കൊടുങ്കാറ്റ് പോലെ ഞാൻ ഇറങ്ങി ഓടി. ഞെട്ടിയുണർന്ന എൻ്റെ മോൻ്റെ അലറിക്കരച്ചിൽ എന്നെ പിടിച്ചു നിർത്തിയില്ല. ആ നിമിഷത്തിൽ ഞാനൊരമ്മയല്ലായിരുന്നു, ഒരു സ്ത്രീയല്ലായിരുന്നു. പകമൂത്ത വിഷപ്പാമ്പ്, പ്രതികാര ദുർഗ. വസുന്ധര അവിടെ ജനിക്കുന്നു. രവിശങ്കർ പകച്ചു നോക്കി. അതേടാ, സുധയല്ല, വസുന്ധര. അവൾ കല്ലാണ്. ഹൃദയം വെറും കാരിരുമ്പ് കൊണ്ട് പണി തീർപ്പിച്ചവളാണ് വസുന്ധര. മരിക്കാനല്ല തീരുമാനം, ജീവിക്കാൻ. വസുന്ധര ജീവിക്കാൻ കണ്ടെത്തിയ ജോലി എന്തെന്നോ? രവിശങ്കറിൻ്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി വസുന്ധരാശങ്കർ പറഞ്ഞു, വ്യഭിചാരം. നീയുൾപ്പെട്ട പുരുഷന്മാർ ഒരു സ്ത്രീയെ വേശിയാക്കും. അവളെ ആ പണിയിലേക്ക് ആഞ്ഞെറിയുന്നതിന് ഉത്തരവാദി നീയൊക്കെയാണടാ. വയറ്റുപഴുപ്പിനായി കൂലിപ്പണി ചെയ്താലും അവിടെയും കഴുകന്മാരുണ്ട്. അവർക്കായി തുണി ഉരിയണം. അടുക്കളപ്പണി ചെയ്താലും അവിടെയും തുണി ഉരിയണം. എന്തിനത്തരം കൂലിപ്പണി? വേണ്ട. അഭിമാനം സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വിറ്റ് ജീവിക്കാൻ ഞാൻ നിശ്ചയിച്ചു. ചുറ്റും കഴുകന്മാർ. എൻ്റെ മാംസത്തിനായി വിലയില്ലാത്തതായി തീരരുത്. ആലംബഹീനകൾക്ക് ഇന്നിവിടെ ജീവിക്കാൻ വയ്യ. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കണ്ടാൽ, തുണയ്ക്കാളില്ലെന്ന് കണ്ടാൽ അവൾ പിന്നെ കഴുകൻ്റെ ഇരയായിത്തീരുന്നു. അതുകൊണ്ട് എൻ്റെ മാംസത്തിന് ഞാൻ വിലയിട്ടു.
വലിയ തുക. നക്കാപ്പച്ചിയുമായി വരുന്നവനെ ആട്ടിപ്പായിച്ചു. പണം എന്നിലേക്കൊഴുകി. വസുന്ധര അഭിമാനിച്ചു. വസുന്ധരയ്ക്ക് തോഴിമാരുണ്ടായി. ഉജ്ജയിനിയിലെ വാസവദത്ത വേശ്യയായിരുന്നില്ലേ? എന്നിട്ടും അവളെ പരിചരിക്കാനും അവളുടെ കാൽക്കൽ അടിയറവ് നിൽക്കാനും 1000 പേരുണ്ടായി. വസുന്ധര വാസവദത്തയ്ക്ക് പകരമായി. നോവൽ നാളെ തുടരും.